നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. റീറ്റെയിൽ നിക്ഷേപകർ ബ്ലൂ ചിപ്പ് ഓഹരികൾക്ക് പിന്നാലെയാണ് സാധാരണയായി പോകാറുള്ളത്. ഇതിനായി വൻ തുകകൾ മുടക്കുമ്പോൾ വിപണിയിലെ യഥാർത്ഥ വിപ്ലവം പലരും കാണാതെ പോകുന്നു. പ്രത്യേകിച്ച് വൻകിട ഹെൽത്ത് കെയർ ബ്രാൻഡുകളിലുള്ള അമിത വിശ്വാസം നിക്ഷേപകർക്ക് വലിയൊരു ചതിക്കുഴിയായി മാറുന്നുണ്ട്. വെറും 20% വളർച്ചയെ വിപണിയെ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ 130% ലാഭ വളർച്ച രേഖപ്പെടുത്തിയ 2 കമ്പനികളുണ്ട്. മുൻനിര ഓഹരികളെ കടത്തിവെട്ടുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും ഈ 2 ഓഹരികളും ഇപ്പോൾ അവയുടെ ഏറ്റവും ഉയർന്ന വിലയേക്കാൾ വളരെ താഴെയാണ് ലഭ്യമാകുന്നത്. നിക്ഷേപകർക്ക് ലഭിക്കുന്ന മികച്ചൊരു അവസരമാണിത്. വിപണിയുടെ കണക്കനുസരിച്ച് ഇതൊരു അപൂർവമായ ലാഭ സാധ്യതയാണ്, അതായത് അസിമെട്രിക് ട്രേഡ്. വിലയിലുള്ള വലിയ ഡിസ്കൗണ്ട് നഷ്ടസാധ്യത കുറയ്ക്കുമ്പോൾ കമ്പനിയുടെ അസാമാന്യമായ ലാഭ വളർച്ച വൻ ലാഭത്തിനുള്ള വഴി തുറക്കുന്നുണ്ട്. കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻറ്റാറോ ഹെൽത്ത് കെയർ ആണ് ആദ്യത്തേത്. 2018 സ്ഥാപിതമായ എൻറ്റാറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ വിതരണക്കാരാണ്. മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ആശുപത്രികളിലും ഫാർമസികളിലും എത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 3 കമ്പനികളിൽ ഒന്നാണിത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കമ്പനി കൈവരിച്ച വളർച്ച അവിശ്വസനീയമാണ്. കമ്പനിയുടെ ലാഭത്തിലും വരുമാനത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 2020 വെറും 1 കോടി രൂപയായിരുന്ന ലാഭം 152% വാർഷിക വളർച്ചയോടെ 2025 107 കോടി രൂപയായി ഉയർന്നു. 2020 1350 കോടി രൂപയായിരുന്ന വിറ്റുവരവ് 2025 5096 കോടി രൂപയിലെത്തി. 5 വർഷം മുൻപ് 600 കോടി രൂപയായിരുന്ന കടം വെറും 44 കോടി രൂപയിലേക്ക് കുറയ്ക്കാൻ മാനേജ്മെന്റ് സാധിച്ചു. എന്നാൽ ഓഹരി വിപണിയിൽ ഈ കമ്പനി ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും മികച്ച ലാഭം ഉണ്ടായിട്ടും 2024 ലിസ്റ്റ് ചെയ്ത ഈ ഓഹരി അതിന്റെ ഉയർന്ന വിലയായ 1584 രൂപയിൽ നിന്നും 28% ഡിസ്കൗണ്ടിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. ഒന്ന്, ക്യാഷ് ഫ്ലോ പ്രതിസന്ധിയാണ്. കമ്പനിയുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും കൈവശം എത്തുന്ന പണം അഥവാ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറവാണ്. വിപണി ഇപ്പോൾ വെറും ലാഭത്തെക്കാൾ ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന പണത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. പുതിയ തൊഴിൽ നിയമങ്ങളാണ് അടുത്തത്. പുതിയ യൂണിഫൈഡ് ലേബർ നിയമങ്ങൾ കമ്പനിയുടെ ചെലവുകൾ വർദ്ധിപ്പിച്ചത് തിരിച്ചടിയായി. കൂടാതെ മറ്റ് കമ്പനികളെ ഏറ്റെടുത്ത് വളരാനുള്ള ശ്രമങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്ന ആശങ്കയുമുണ്ട്. എൻറ്റാറോ ഹെൽത്ത് കെയർ ഒരു ഹൈ സ്പീഡ് എഞ്ചിൻ ആണെങ്കിലും ഇപ്പോൾ കുറഞ്ഞ ഗിയറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കടബാധ്യത കുറച്ച് വലിയ നേട്ടമാണെങ്കിലും ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്തുന്നതും തൊഴിൽ നിയമങ്ങളിലെ മാറ്റങ്ങളെ അതിജീവിക്കുന്നതുമാണ് ഇനി കമ്പനിക്ക് മുന്നിലുള്ള കടമ്പകൾ. വലിയ ലാഭസാധ്യതയും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും നിറഞ്ഞ ഒരു ഓഹരിയാണിത്. 2027ലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യോഗ്യമാണോ എന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മെഡ്പ്ലസ് ഹെൽത്ത് ആണ് അടുത്ത ഓഹരി. 2021 പ്രവർത്തനം ആരംഭിച്ച മെഡ്പ്ലസ് ഇന്ന് ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലായി 4930 സ്റ്റോറുകളിലായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. 2026 മാർച്ച് 20 കണക്കനുസരിച്ച് ഏകദേശം 9892 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. മരുന്നുകൾക്ക് പുറമെ സ്വന്തം ബ്രാൻഡിലുള്ള 1450-ലധികം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ കൂടുതൽ ലാഭം കൊയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വലിയ ഡിസ്കൗണ്ട് നൽകുന്ന തന്ത്രമാണ് ഇവരെ ജനപ്രിയമാക്കിയത്. അതിശയിപ്പിക്കുന്ന ലാഭ വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. 2020 2871 കോടി രൂപയായിരുന്ന വിറ്റുവരവ് 2025 6136 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 131% എന്ന വലിയ വാർഷിക വളർച്ചയാണ് ലാഭത്തിലുണ്ടായത്. 2020 വെറും 2 കോടി രൂപയായിരുന്ന ലാഭം 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ തന്നെ 156 കോടി രൂപ കടന്നു. കഴിഞ്ഞ ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടും 1076 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി ഇപ്പോൾ വെറും 824 രൂപയിലാണ് വ്യാപാരം നടത്തുന്നത്. ഇതിന്റെ പ്രധാന കാരണം നോക്കാം. ഒന്ന്, നിയമപരമായ തടസ്സങ്ങളാണ്. ഡ്രഗ് ഇൻസ്പെക്ടർമാരിൽ നിന്നും മറ്റും നേരിട്ട സസ്പെൻഷനുകൾ നിക്ഷേപകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം പ്രൊമോട്ടർ ഓഹരികൾ ഈടുവെച്ചതാണ്. ഇത് കമ്പനിക്ക് തിരിച്ചടിയായി. കമ്പനിയുടെ ഉടമസ്ഥതയുടെ 60% ഓഹരികളും ബാങ്കുകളിൽ ഈടുവെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു അപകട സൂചന കൂടിയാണ്. അമിത വിപുലീകരണമാണ് മറ്റൊരു കാരണം. ലാഭത്തെക്കാൾ കൂടുതൽ സ്റ്റോറുകളുടെ എണ്ണം കൂട്ടാൻ പണം ചിലവാക്കുന്നത് കമ്പനിയുടെ പണമൊഴുക്കിനെ ബാധിക്കുന്നുണ്ട്. എൻറ്റാറോ ഹെൽത്ത് കെയർ, മെഡ്പ്ലസ് എന്നീ 2 കമ്പനികളും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 130%-ലധികം ലാഭ വളർച്ച നേടിയിട്ടുണ്ട്. എന്നിട്ടും ഇവയുടെ ഓഹരി വിലകൾ അവയുടെ ഉയർന്ന നിരക്കിൽ നിന്നും 30% വരെ താഴെയാണ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. എൻറ്റാറോയുടെ കാര്യത്തിൽ സപ്ലൈ ചെയിൻ മേഖലയിൽ ശക്തരാണെങ്കിലും കൈവശം പണമില്ലാത്ത അവസ്ഥ അവരെ തളർത്തുന്നു. മെഡ്പ്ലസിന്റെ കാര്യത്തിൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുവെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളും ഓഹരികൾ ഈടുവെച്ചതും വലിയ തിരിച്ചടിയായി. ലാഭക്കണക്കുകൾ മികച്ചതാണെങ്കിലും 2 കമ്പനികളും ആഭ്യന്തരമായ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചാൽ ഇപ്പോഴത്തെ ഈ കുറഞ്ഞ വില വലിയൊരു ഭാഗ്യമായി മാറിയേക്കാം. എങ്കിലും തൽക്കാലം ഈ ഓഹരികളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തി നിരീക്ഷിക്കുന്നതാണ് കൂടുതൽ ഉചിതം.